ടെക് ന്യൂസ് മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. സ്പോട്ടിഫൈ അവരുടെ ഇന്ത്യയിലെ ഡെയിലി അതുപോലെ തന്നെ വീക്ക്ലി പ്രീമിയം പ്ലാൻ റിവൈസ് ചെയ്തിരിക്കുകയാണ്. പുതിയ പ്ലാനിൽ ഡെയിലി 7 രൂപയും വീക്ക്ലി 25 രൂപയുമാണ് വരുന്നത്. ട്വിറ്ററിൽ ബഗ് കാരണം ചില പ്രൈവറ്റ് ട്വീറ്റുകൾ പബ്ലിക്കായ കേസിൽ അയർലൻഡ് ട്വിറ്ററിന് 4,50,000 യൂറോസ് അതായത് ഏകദേശം 4 കോടി രൂപ ഫൈൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സിഗ്നൽ ആൻഡ്രോയിഡിലും iOSലും പുതിയ ഗ്രൂപ്പ് വീഡിയോ കോളിംഗ് ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ വരുന്നുണ്ട്. ഇതിൽ ഒരേ സമയം മാക്സിമം 5 പേർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സരിഗമ കാർവാൻ കരോക്യ ഓഡിയോ പ്ലെയർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ലിറിക്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇൻബിൽറ്റ് ആയിട്ടുള്ള സ്ക്രീന് വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 19,990 രൂപയാണ്. iOS 14.3യും അതുപോലെ iPadOS 14.3യും അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. ഇതിൽ ആപ്പിൾ ഫിറ്റ്നസ് പ്ലസും അതുപോലെ തന്നെ എയർപോഡ് മാക്സ് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ WatchOS 7.2 അപ്ഡേറ്റും എത്തിയിട്ടുണ്ട്. ഇതിൽ കാർഡിയോ ഫിറ്റ്നസ് അലേർട്ട് വരുന്നുണ്ട്. Amazfit GT 2e അതുപോലെ Amazfit GTR 2e എന്നീ സ്മാർട്ട് വാച്ചുകൾ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ബ്ലഡ് ഓക്സിജൻ മോണിറ്റർ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ 90 സ്പോർട്സ് മോഡും വരുന്നുണ്ട്. രണ്ടിൻ്റെയും വില വരുന്നത് 799 യുവാനാണ്, അതായത് ഏകദേശം 9,000 രൂപ. ആപ്പിൾ അവരുടെ ഐഫോൺ പ്രൊഡക്ഷൻ 2021 ഫസ്റ്റ് ഹാഫിൽ 30% കൂട്ടാൻ ഉദ്ദേശിക്കുന്നു. 2021 ഐഫോണിൻ്റെ മെയിൻ OLED ഡിസ്പ്ലേ സപ്ലൈസ് സാംസങ് തന്നെയായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യ ഫേസ്ബുക്കിന് സ്പെഷ്യലായിട്ടുള്ള ഒരു രാജ്യമാണെന്ന് മാർക്ക് സുക്കർബർഗ് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ വാട്സപ്പ് പേയ്മെൻറ്റ് അടുത്ത് തന്നെ ഇന്ത്യയിലെത്തുന്നതായിരിക്കും. 4G എന്ന ഗെയിമിൽ വയലൻസ് കുറവായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. വോഡോഫോൺ ഐഡിയയിൽ വൈഫൈ കോളിംഗ് എന്നുള്ള ഫീച്ചർ എത്തിയിരിക്കുകയാണ്. ഫോർട്ട്നൈറ്റിൽ പുതിയ പെർഫോമൻസ് മോഡ് എത്തിയിരിക്കുകയാണ്. ഇപ്പം ഇത് ആൽഫ സ്റ്റേജിലാണ്. ഇതുവഴി ലോ ആൻഡ് PCയിലും ഫോർട്ട്നൈറ്റിൽ ഹയർ ഫ്രെയിം റേറ്റ് സപ്പോർട്ട് ചെയ്യും. ഫേസ്ബുക്ക് കൊളാബ് മ്യൂസിക് വീഡിയോ എന്ന ആപ്പ് iOSൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ആമസോൺ അലക്സയിൽ ഇന്ത്യ അടക്കമുള്ള 6 ഭാഷകളിൽ കൂടി ലൈവ് ട്രാൻസ്ലേഷൻ ഫീച്ചർ എത്തിയിരിക്കുകയാണ്. സാംസങ് ഗാലക്സി സ്മാർട്ട് ടാഗിൻ്റെ വില 15 യൂറോസ് ആവുമെന്നാണ് റിപ്പോർട്ട്, അതായത് ഏകദേശം 1,300 രൂപ. സ്നാപ്ചാറ്റിൽ ബിറ്റ്മോജി പെയിൻറ് എന്ന പുതിയൊരു ഗെയിം എത്തിയിരിക്കുകയാണ്. റിലയൻസിന് പുതിയ അഗ്രികൾച്ചർ നിയമത്തിൽ നിന്നും മെച്ചമുണ്ട് എന്നുള്ള പ്രൊപ്പഗാൻഡ പറഞ്ഞു വരുത്തിയതിന് എയർടെലിനും വോഡോഫോൺ ഐഡിയക്കുമെതിരെ റിലയൻസ് ജിയോ ട്രയൽ കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഗൂഗിൾ ഡെസ്ക്ടോപ്പ് സെർച്ചിൽ ഡാർക്ക് മോഡ് എന്ന ഫീച്ചർ ടെസ്റ്റ് ചെയ്യുന്നു. റിയൽമി അവരുടെ റിയൽമിയാവ് എന്ന മാസ്കോട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇത് അവരുടെ ചീഫ് ട്രെൻഡ് ഓഫീസറാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതൊരു പ്രോഡക്റ്റ് അല്ല, ജസ്റ്റ് ഒരു ഫ്യൂച്ചർ വിഷൻ മാത്രമാണ്. സ്നാപ്ഡ്രാഗൺ 678 എന്ന പുതിയ പ്രോസസ്സർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇത് സ്നാപ്ഡ്രാഗൺ 675 എന്ന പ്രോസസ്സറിൻ്റെ അപ്ഗ്രേഡഡ് വെർഷനാണ്. ഇത് 11nm പ്രോസസ്സറാണ്. ഇതിൽ 2.2 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A76 ബേസ് ചെയ്തിട്ടുള്ള പെർഫോമൻസ് സ്കോറുകളാണ് വരുന്നത്. അഡ്രിനോ 612 എന്ന GPU ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഷവോമി Mi റീഡർ പ്രോ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 7.8 ഇഞ്ചിൻ്റെ ഇങ്ക് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇതിൽ ക്വാഡ് കോർ പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 2 GB റാമും 32 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. 3200 mAh ബാറ്ററിയുമായിട്ടാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 12,400 രൂപയാണ്. ഐഫോൺ 13 Pro മോഡലുകളിൽ പ്രൊമോഷൻ അതുപോലെ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്നീ ഫീച്ചറുകൾ സപ്പോർട്ട് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. LTPO OLED ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോണുകൾ വരിക. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. ഓപ്പോ A15s എന്ന ഫോണിൻ്റെ ഇന്ത്യയിലെ വില 11,490 രൂപയായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. 6.52 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 4 GB റാമും 64 GB ഇൻറ്റേർണലും വരും. പിന്നെ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. സാംസങ് A52 4G എന്ന ഫോൺ ഗീക്ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സിംഗിൾ കോറിൽ 554 പോയിൻറ്റും മൾട്ടി കോറിൽ 1689 പോയിൻറ്റുമാണ് ഈ ഫോണിൽ ലഭിച്ചിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 720G എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ 8 GB റാം വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഹുവാവേ നോവ 8 Proയുടെ പുതിയൊരു ഇമേജ് ലീക്ക് ആയിരിക്കുകയാണ്. പിന്നെ ഹുവാവേ നോവ 8 Proയുടെയും അതുപോലെ തന്നെ നോവ 8ൻ്റെയും ചില സ്പെസിഫിക്കേഷനും ലീക്ക് ആയിട്ടുണ്ട്. 2 ഫോണുകളും കിരിൻ 985 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും വരിക. 2 ഫോണുകളുടെയും 8 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷനും 8 GB റാം 256 GB ഇൻറ്റേർണൽ വെർഷനും വരുന്നതായിരിക്കും. 2 ഫോണുകളിലും 5G സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഹുവാവേ നോവ 8 Proയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. ഹുവാവേ നോവ 8ൽ 90 Hz റിഫ്രഷ് റേറ്റ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. പിന്നെ 2 ഫോണുകളുടെയും പിന്നിൽ 64 MP ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. ഹുവാവേ നോവ 8 Proയിൽ 32+16 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഫ്രണ്ടിൽ വരും. ഹുവാവേ നോവ 8ൽ 32 MP സെൽഫി ക്യാമറ ആയിരിക്കും വരിക.
പിന്നെ രണ്ട് ഫോണുകളിലും 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഡിസംബർ 23-നാണ് ഈ ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നത്. ഹുവാവെ എൻജോയ് 20 SE എന്ന ഫോണിൻ്റെ ചില സ്പെസിഫിക്കേഷൻ ലീക്കായിരിക്കുകയാണ്. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 700 എന്ന 5G പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരും. 5000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 22.5 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരിക ഫോണിൻ്റെ സൈഡിലായിരിക്കും. പിന്നെ ഈ ഫോൺ ഡിസംബർ 23-ന് ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. ഓപ്പോ റെനോ 5 Pro Plus എന്ന ഫോൺ 10A ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സ്നാപ്ഡ്രാഗൺ 865 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ 8GB റാം വെർഷനും അതുപോലെ 12GB റാം വെർഷനും വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ 128GB ഇൻറ്റേർണൽ വെർഷനും അതുപോലെ 256GB ഇൻറ്റേർണൽ വെർഷനും വരും. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 50+16+13+2 മെഗാ പിക്സലിൻ്റെ ക്യാമറ വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരും. പിന്നെ 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 4400 mAh ബാറ്ററി ആയിരിക്കും വരിക. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരിക ഏകദേശം 184 ഗ്രാം ആയിരിക്കും. മുമ്പ് ഇന്ത്യയിലെ BIS സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്ത V2040 എന്ന മോഡൽ നമ്പറിൽ വരുന്ന ഫോണിൻ്റെ പേര് വിവോ V20 2021 ആവും. ഇന്തോനേഷ്യൻ ടെലികോം ലിസ്റ്റിംഗിൽ നിന്നാണ് ഇക്കാര്യം മനസ്സിലായത്. റെഡ്മി K40യുടെ ലൈവ് ഇമേജ് പുറത്തു വന്നിരിക്കുകയാണ്. സെൻറ്റർ പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. ഈ ഫോണിൽ Type-C ചാർജിംഗ് പോർട്ടായിരിക്കും വരിക. ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്കും വരുന്നതായിരിക്കും. നോക്കിയ 5.4 എന്ന ഫോൺ ഗ്ലോബലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.39 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരും. സ്നാപ്ഡ്രാഗൺ 662 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ 4GB റാം 64GB ഇൻറ്റേർണൽ വെർഷനും 4GB റാം 128GB ഇൻറ്റേർണൽ വെർഷനും പിന്നെ 6GB റാം 64GB ഇൻറ്റേർണൽ വെർഷനും വരുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയുമാണ് വരുന്നത്. ഈ ഫോണിൽ 4000 mAh ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഫോണിൻ്റെ വില വരുന്നത് €189 ആണ്, അതായത് ഏകദേശം 16,900 രൂപ. വിവോ X60 എന്ന ഫോണിൻ്റെ ലൈവ് ഇമേജ് ലീക്കായിരിക്കുകയാണ്. ഫോണിൻ്റെ പിന്നിൽ സ്ക്വയർ ഷേപ്പിലുള്ള ക്യാമറ മോഡ്യൂളായിരിക്കും വരിക. പിന്നെ വിവോ X60യിൽ വരുന്ന ഫോണുകളുടെ ക്യാമറ സ്പെസിഫിക്കേഷനും ഇപ്പോൾ ലീക്കായിട്ടുണ്ട്. വിവോ X60യിൽ 48 മെഗാ പിക്സലിൻ്റെ f1.6 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറായിരിക്കും വരിക. പിന്നെ 13 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 13 മെഗാ പിക്സലിൻ്റെ പോർട്രേറ്റ് ലെൻസും വരുന്നതായിരിക്കും. വിവോ X60 Proയിൽ ഈ 3 ലെൻസും കൂടാതെ 8 മെഗാ പിക്സലിൻ്റെ പെരിസ്കോപ്പ് ലെൻസും വരുന്നതായിരിക്കും. ഇതിൽ 5x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ മെയിൻ സെൻസറിൻ്റെ അപ്പേഴ്സർ വരിക f1.48 ആയിരിക്കും. ഈ രണ്ട് ഫോണുകളിലും സെക്കൻഡ് ജനറേഷൻ മൈക്രോ ഗിംബൽ സ്റ്റെബിലൈസേഷനും അതുപോലെ തന്നെ സൂയിസ് ബ്രാൻഡിങ്ങും വരുന്നതായിരിക്കും. പിന്നെ വിവോ X60 Pro Plusൽ സെൻറ്റർ പഞ്ചോൾ ഡിസ്പ്ലേ ആയിരിക്കും വരിക എന്നാണ് റിപ്പോർട്ട്. പിന്നെ വിവോ X60 Pro Plus എന്ന ഫോണിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. മറ്റു രണ്ട് ഫോണുകളിലും Exynos 1080 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. സാംസങ് S21 സീരീസ് ജനുവരിയിൽ ലോഞ്ച് ചെയ്യുമെന്നുള്ള കാര്യം സാംസങ് കൺഫേം ചെയ്തിരിക്കുകയാണ്. പിന്നെ സാംസങ് S21 സീരീസിലെ S Pen സപ്പോർട്ട് വരും. മിക്കവാറും സാംസങ് S21 അൾട്രയിൽ മാത്രമായിരിക്കും S1 സപ്പോർട്ട് വരിക. സാംസങ് S21 അൾട്രയുടെ Exynos 2100 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന വെർഷൻ Geekbench സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഫോണിന് സിംഗിൾ കോറിൽ 1006 പോയിന്റും മൾട്ടി കോറിൽ 3059 പോയിന്റുമാണ് ലഭിച്ചിരിക്കുന്നത്. 12GB റാം വെർഷനാണ് ഇപ്പോൾ Geekbench സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. Android 11 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. റിയൽമി X60 Pro എന്ന് പറയപ്പെടുന്ന പുതിയൊരു ഫോൺ BIS സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ ഫോൺ അടുത്തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. മൈക്രോമാക്സിൻ്റെ BIS സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്ത പുതിയ ഫോണ് മൈക്രോമാക്സ് ഇൻ Note 1 Pro അയക്കാമെന്നാണ് റിപ്പോർട്ട്. ഇതിൽ ലിക്വിഡ് കൂളിംഗ് എന്നുള്ള ഫീച്ചറും അതുപോലെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്.